അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. അഴിമതി കേസിൽ ഒളിവിലുള്ള ജെ ജോസ്മോൻ കോഴിക്കോട് ഓഫീസിലെത്തി ചുമതലയേറ്റു. പാലായിലെ ടയർ വ്യവസായിയിൽ നിന്നും പണം വാങ്ങിയ കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ അനധികൃത സമ്പാദ്യം കണ്ടെത്തിയിരുന്നു. ജി ശ്രീത്ത് വിവരങ്ങൾ നൽകും. ശ്രീത്ത്, ഇയാളെ വീണ്ടും സർവീസിൽ കയറാൻ അനുവദിച്ചിരിക്കുകയാണോ വകുപ്പ്? തീർച്ചയായും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഫലത്തിൽ കോഴിക്കോട് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഒരു റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടാണ് മറ്റു ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ മാറ്റി വിവിധ തസ്തികകളിലേക്ക് മാറ്റി നിയമിച്ചത്. ഇതിനിടെയാണ് കോഴിക്കോട് ജില്ലാ ഓഫീസിലേക്ക് ജെ ജോസ്മോനെ നിയമിച്ചത്. ഇയാൾ അവിടെ എത്തി ചുമതല ചെയ്യുന്നു. ഇതുവരെയുള്ള നമ്മുടെ വിവരം അനുസരിച്ച് അയാൾ വിജിലൻസിലുള്ള വിവരം അനുസരിച്ച് അയാൾ ഒളിവിലാണ് എന്നാണ്. പക്ഷെ കൊല്ലം എഴുകോളിൽ അയാളുടെ വീട്ടിൽ വലിയ പരിശോധനയും നിരവധി പണവും ഒക്കെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പാലയിലെ ടയർ വ്യവസായത്തിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി എന്ന പേരിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാം പ്രതിയായി കോട്ടയം ജില്ലാ ഓഫീസർ ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ നിയമപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത്. പ്രത്യേകിച്ച് വിജിലൻസിന്റെ റിപ്പോർട്ടൊന്നും തങ്ങൾക്ക് നൽകിയിട്ടില്ല. വിജിലൻസിനോട് റിപ്പോർട്ട് ചോദിച്ചെങ്കിലും ഇയാൾക്കെതിരെ യാതൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ പ്രദീപ് പറയുന്നത്. ഒപ്പം തന്നെ ഇയാൾ ചുമതല ഏൽക്കില്ല എന്നുമാണ് കരുതിയിരുന്നത്. ഇയാൾ ചുമതല ഏൽക്കുമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ജില്ലാ ഓഫീസിലേക്ക് അറിയിച്ചിട്ട് അവിടെ പോലീസിനെ മറ്റും ഇൻഫോം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പറഞ്ഞിരുന്നതാണ്. എന്തായാലും നിയമനത്തിൽ ഇയാള് ചുമതല ഏറ്റെടുത്തതോടെ ഇയാളെ വീണ്ടും തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഒറ്റയ്ക്കൊരു ഓഫീസിൽ എന്നുള്ളത് അഴിമതിക്ക് കാരണമാകുമെന്ന് കരുതിയാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് ഇയാളെ മാറ്റിയതെന്നും ഈ ബോർഡ് വിശദീകരിക്കുകയാണ്. എന്തായാലും അഴിമതി വന്നിട്ടില്ലായിരുന്നു. ഇയാൾക്കെതിരെ സസ്പെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി, വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. മറ്റേ ആൾക്കെതിരെ, അതായത് വിജിലൻസ് അറസ്റ്റ് ചെയ്ത ആൾക്കെതിരെ അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഹാരിസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അയാൾ ജയിലിലായിരുന്നു. ഇപ്പോൾ ജാമ്യത്തിൽ വന്നിട്ടുണ്ട് എന്നും പറയുന്നു. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളതായി അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങൾ നമുക്കില്ല കിരൺ. ഇയാൾ കോട്ടയം ഓഫീസിലായിരുന്നു. ഇപ്പൊ കോട്ടയത്തല്ല ഉള്ളത്. അയാള് ഇവിടെ നിന്ന് മാറിപ്പോയിരുന്നു. അതായത് ഈ പാലാ സ്വദേശിയിൽ നിന്നും മുൻപ് ഇയാൾ പണം വാങ്ങി, ഇതേ ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള പാലാ സ്വദേശിയുടെ വ്യവസായിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളുടെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. കൊല്ലത്താണുള്ളത്. കൊല്ലം എഴുകോണിലാണ് ഇയാളുടെ വീടുള്ളത്. അവിടുത്തെ വലിയ ആഡംബര വീട്ടിൽ നിന്നും നിരവധി പണമടക്കം കാര്യമായി പിടിച്ചെടുത്തിട്ടുണ്ട്. തെളിവുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നായിരുന്നു അന്ന് വിജിലൻസ് പറഞ്ഞിരുന്നത്.